ആധുനിക കാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കലാരൂപത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മടി അഥവാ പ്രൊക്രാസ്റ്റിനേഷൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷഫീഖ്. ഈ ചാനലിലെ പേര് പോലെ തന്നെ 30+ ഷഫീഖ്. കുറേ കാലമായി നമ്മൾ കണ്ടിട്ട്, കാരണം കുറേ കാലമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം എന്താ വെച്ചാൽ ജനിച്ചു വീണ പിള്ളേർ വരെ ഇപ്പോൾ യൂട്യൂബ് ബ്ലോഗേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സുമാണ്. അപ്പോൾ എന്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ആശയദാരിദ്ര്യം, ഐഡിയാസിൻ്റെ കുറവ്, പിന്നെ കണ്ടന്റ് എഴുതാനുള്ള മടി, പിന്നെ വെറുതെ ആവശ്യമില്ലാതെ നമ്മളെ മറന്നുകൊണ്ട് ഓടുന്ന കുറേ തിരക്കുകൾ. അപ്പോൾ അതിനൊക്കെ റെസ്റ്റ് കിട്ടി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ റെസ്റ്റ് നമുക്കൊന്ന് പ്രൊഡക്റ്റീവാക്കി മാറ്റിയാലോ എന്ന്. പക്ഷേ അവിടെ വേറൊരു സാധനം വന്നു, മടി. ഒന്ന്, ഇതുകൊണ്ട് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും, രണ്ട്, മടി. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നോക്കിയാൽ എൻ്റെ വീടിനടുത്തുള്ള വെളിച്ചെണ്ണപ്പടി ബീച്ച് സൈഡിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകളും നല്ല എന്താ പറയുക, സുപ്രഭാതം ബിഗ് ബോസ് തരുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിയിലും നിങ്ങൾക്ക് ചെയ്ത് തീർക്കാണ്ടാവും, പിന്നെ ചെയ്യാന്നാണ് നമ്മൾ മാറ്റി വെച്ചത്. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും പ്രൊഡക്റ്റീവ് ഗുരുക്കന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്, ഫുൾ മോട്ടിവേഷനൊക്കെ ആയിട്ട്. പക്ഷേ ഈ പ്രൊക്രാസ്റ്റിനേഷൻ അല്ല, ഈ മടി എന്ന് പറയണത് അതൊരു തരം റിസ്ക് മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം ആ സമയത്ത് നമ്മളിത് ചെയ്ത് തീർക്കണമെന്ന്. അത് എങ്ങനെയും നമ്മൾ ചെയ്ത് തീർക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ പറയുന്നത് മൊത്തം സ്ക്രിപ്റ്റ് പോലെ എഴുതാതെ അതിനുള്ള മടി കൊണ്ട് എന്തെങ്കിലും പറയാമെന്ന് വെച്ചൊന്നാണ് ഞാൻ. ഇപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ നിങ്ങൾക്കൊരു മടിയായില്ലേ? പക്ഷെ ഉണ്ടല്ലോ, ഈ മടിയുള്ള ആൾക്കാർ ഇവർ 4 കാലിലായിരിക്കും വന്ന് വീഴുക. എങ്ങനെയെങ്കിലും ഇവർ ആ കാര്യം നടത്തിയിരിക്കും. ഞാനൊക്കെ അങ്ങനത്തെ ഒരാളാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒന്നും സമയത്തിന് ചെയ്യാൻ പരിപാടിയൊന്നുമില്ല. സമയത്തിന് ചെയ്യും, പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് 4 കാലിൽ നമ്മൾ വന്ന് വീഴും. വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഏറ്റവും കൂടുതൽ മടി വരാനുള്ള ഒരു കാരണം അത് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് തുറക്കുക നമ്മൾ. പക്ഷെ അത് നമ്മൾ അടുത്തേക്ക് പോയി ഒരു 5 മിനിറ്റിൻ്റെ കാര്യത്തിൽ നമ്മളൊരു 1.5 മണിക്കൂർ അതിൽ തന്നെ ഇരിക്കും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ കാണാതെ വരുത്തിട്ട് നിങ്ങൾ ഫുള്ള് കാണണം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം അറിയണത്? ഈ റീലിനകത്ത് നമ്മൾ എന്താണോ വിചാരിച്ചത് അതായിരിക്കും വരിക. പിന്നെ എങ്ങാനും അത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഫീഡ് മൊത്തം അത് തന്നെ. എന്നാൽ എന്തായിരിക്കും അതിൻ്റെ കുട്ടൻസ്? ഇത് കണ്ടില്ലേ, ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം വേറെ എവിടെയുണ്ട്? നമ്മൾ വെറുതെ കുറേ അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നടക്കണമെന്ന്. രാവിലെ എണീറ്റ് ഇങ്ങനെ നടന്നാലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ രാവിലെ നമ്മൾ എഴുന്നേൽക്കണില്ല. കാരണം എന്താ? മടി. നമ്മുടെ മടി മാറണമെങ്കിൽ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് സംഭവങ്ങൾ കുറച്ചേ പറ്റുള്ളൂ. ടൈം നമ്മൾ കുറയ്ക്കണം, അല്ലാതെ ഈ മടി മാറില്ല. എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു 100-ൽ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസിൻ്റെ റീല് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പകുതിയിൽ അധികം ആൾക്കാരും 20 years ഓഫ് ഏജിൽ സക്സസ്ഫുൾ ആവുകയും മില്യനേഴ്സ് ആവുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവരുടെ സ്ട്രാറ്റജിയും പ്ലാൻസും ഒക്കെയാണുള്ളത്. പക്ഷെ സ്റ്റിൽ അതൊന്ന് എടുത്തു നോക്കാനോ അതൊന്ന് വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാനോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. കാണുന്നു, സേവ് ചെയ്യുന്നു, പക്ഷെ ഇന്നേ വരെ അത് എടുത്തു നോക്ക്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളങ്ങനത്തെ ആൾക്കാരാണോ? ഈ മടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് സ്ഥിരത, കൺസിസ്റ്റൻസി. അതില്ലാത്തതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ മടിയിലേക്ക് കൂടുതൽ പോകുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടില്ലേ, വീഡിയോ എടുത്തിട്ട് എത്ര നാളായി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി തീരെയില്ല. ഞാൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, ഒരു സ്ഥലത്തൊരു കാര്യത്തിൽ നിൽക്കുകയില്ല. പക്ഷെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം ഇൻസ്റ്റൻറ്റ് സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസിനെ പറ്റിയാണ്. അവർ ഞാൻ ഇത്ര നാൾ കൊണ്ട് ഇത്ര സമ്പാദിച്ചു, ഇത്ര നാൾ കൊണ്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സംഭവങ്ങളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പേഷ്യൻസ് ഭയങ്കരമായിട്ട് ഇല്ലാതായി പോയി. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ യൂട്യൂബ് വീഡിയോ, ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല. കാരണം എല്ലാവർക്കും റീൽസും ഷോർട്സും ഒക്കെ മതി. റീൽസിൽ തന്നെ നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അത്രത്തോളം ക്ഷമ നമുക്ക് ഇല്ലാതായി. അതൊക്കെ
ഇതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. ഈ വർഷം ഞാൻ അങ്ങനെ ആക്കും, അടുത്ത വർഷം ഞാൻ ഇങ്ങനെ ആക്കും, ഇത്ര മാസത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും. ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 കൊല്ലമായിട്ട് പറഞ്ഞ കാര്യം ഇപ്പോൾ 2023 പറഞ്ഞതാ, ഇപ്പോഴും അത് ചെയ്തിട്ടുമില്ല, അത് നടന്നിട്ടുമില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ്. ഇതെന്തൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വേറൊരാളായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. അവിടെ തുടങ്ങും നമ്മളുടെ എന്താ പറയുക പരാജയം. അവരെന്തോ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല. നിങ്ങളെ മാത്രം, അതായത് നമ്മളെ മാത്രം, നമ്മളുടെ ഇന്നലെ നമ്മൾ ഇന്ന് നമ്മളെ കുറച്ചും കൂടി നന്നാക്കാൻ നോക്കാം. അല്ലാതെ അയാൾ സൂപ്പറായി, അയാൾ അങ്ങനെ ചെയ്ത്, അയാൾ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഭയങ്കര തോൽവിയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പടച്ചോനെല്ലാം അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യുക. മുപ്പരെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കണത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരാളുണ്ടാവില്ലേ, അതിൽ വിശ്വസിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവും. നമ്മൾ ചെയ്യാണ്ട് മാറ്റി വെച്ച കാര്യങ്ങൾക്കായിരുന്നില്ല ബുദ്ധിമുട്ട്, നമുക്ക് തുടങ്ങാനായിരുന്നു ബുദ്ധിമുട്ട് എപ്പോഴും. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തീർക്കും. അപ്പോൾ ആ പണിയല്ല നമ്മളുടെ ബുദ്ധിമുട്ട്, ആ പണി ചെയ്യാനുള്ള ആ ഫസ്റ്റ് സ്റ്റെപ്പില്ല, അതാണ് ബുദ്ധിമുട്ട് നമ്മളുടെ. അത് ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരും ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കുന്ന പണി നമ്മൾ മടി പിടിച്ച് നമ്മൾ തീർക്കുന്നത് ഒരു 3 മണിക്കൂറിലോ അല്ലെങ്കിൽ 5 മണിക്കൂറിലോ ആയിരിക്കും. വിച്ച് മീൻസ് നമുക്കിത് ചെയ്ത് തീർക്കാൻ അത്ര സമയം മതി എന്നുള്ളതാണ്. അപ്പം നമ്മളത് കുറച്ചുകൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത്രയും സമയം ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു, ടെൻഷൻ അടിക്കാതെ. പിന്നെ ആ സേവ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കുക, എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എഴുതുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്ട്രാക്ട് ആയി പോകും. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക, ജേർണൽ ചെയ്യുക, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരും. മോസ്റ്റ്ലി എല്ലാ ദിവസവും വരാൻ ഞാൻ ശ്രമിക്കും. ടാറ്റാ, ബൈ ബൈ.